ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് RGHSൻ്റെ അണ്ടറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ പരീക്ഷേൻ്റെ സമയമായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അതിനകത്ത് തേർഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ വീഡിയോ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാത്ത സ്റ്റുഡൻസിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് ഞാൻ അവസാനം പറയുന്നുണ്ട് അതെന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഇനിയൊരു 2 ആഴ്ച സമയമുള്ളൂ, ഈ ഒരു സമയത്തിനുള്ളിലും പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുമ്പിലുണ്ടാവും. അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ തരുവാണ്. ജയിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും ജയിക്കും കേട്ടോ. ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാലും, അതായത് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാലും ജയിക്കും. പക്ഷെ അതിന് വേണ്ടത് എങ്ങനെ, എപ്പോൾ, ഏത് രീതിക്ക് പഠിക്കുന്നു എന്നുള്ളതാട്ടോ. എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിയാലും ഞാൻ പറയുന്നുണ്ട്, നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതായത് ഞാൻ ഈ പുറകെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ബ്ലൂ പ്രിൻറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കാരണം RGHSലെ സ്റ്റുഡൻസിന് അറിയാം. അറിയില്ലാത്തവരാണെങ്കിൽ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നോക്കുവാണെങ്കിൽ എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മളൊരു നോട്ടും കൂടെ ഉണ്ടാക്കണം. അതായത് ബ്ലൂ പ്രിൻറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോട്ടൊക്കെ സോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തുമോ, എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്ത നോട്ട്സ് ആട്ടോ ഇത്. ഇപ്പോൾ ഇത് പ്രിൻറ്റഡ് കോപ്പീസ് ആട്ടോ. അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ സൂക്ഷിച്ചേക്കുന്നതാണ്. കാരണം മറ്റേ നോട്ടൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബണ്ടിൽ കണക്കതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ 10 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെ അങ്ങനെ സോൾവ് ചെയ്ത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മുടെ സ്റ്റിക്കി നോട്ടൊക്കെ വെച്ചാട്ടോ ഞാനിത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഈ ലേഔട്ട് തന്നെയാട്ടോ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ലേഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും. അതായത് നിങ്ങളൊരു 10 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ലേഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വെയിറ്റേജ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെയിറ്റേജ് നിങ്ങൾക്ക് നോക്കി അറിയാമല്ലോ. സൈഡിൽ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മാർക്ക് കിട്ടുന്നതും ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആണ്. കാരണം അതിൽ നിന്നൊരു 20 മാർക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് കിട്ടും. അതല്ലാതെ പിന്നെയുള്ള സാമ്പിളിംഗ് ആൻഡ് ഡാറ്റ കളക്ഷൻ, റിസർച്ച് അപ്രോച്ചസ് ആൻഡ് ഡിസൈൻസ്, ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് ഒരുപാട് മാർക്ക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ മുകളിൽ ആ ഒരു മാർക്കിങ്ങിൻ്റെ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനാണെങ്കിൽ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് ഏതാണ് ആദ്യം പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത് December 2 അപ്പോൾ ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഇത് തീർക്കണം നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ, അതായത് ഒരു എക്സാം കഴിഞ്ഞിട്ട് 2 ദിവസം ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ദിവസം നോക്കിയാൽ മതി സത്യം പറഞ്ഞ റിസർച്ച്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ റിസർച്ചിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ആ ഏറ്റവും കൂടുതലുള്ള മാർക്കുകളുണ്ടല്ലോ, ആ മാർക്കുകളുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതാദ്യമേ പഠിക്കുക. അതാദ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കീവേഡ് സ്റ്റഡീസ് എന്നാണ് പറയുക. അതായത് ഈ കീവേഡ് സ്റ്റഡി എന്ന് പറയുമ്പോഴേക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, അതിപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് കൊടുത്തേക്കാം. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. കാരണം നിങ്ങളൊരു വിഷയം നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നതിൽ എത്രയോ ഭേദമാണ് ഈ കീവേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരിക്കലും ഈ കീവേഡായിട്ട് പഠിക്കുന്നത് നമ്മൾ മറന്നു പോകത്തുമില്ല. എന്നാ പറയുക, നമുക്ക് ആ ഒരു ടൈമിൽ എഴുതാനും പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാനതാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയമായിരിക്കും അല്ലേ. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയാം. ഇവിടെ ഞാനൊരു ചാപ്റ്റർ എടുത്ത് കൺസിഡർ ചെയ്തേക്കോട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൈലൈറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതാത് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു സെൻറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്, ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന ഒരു ചാപ്റ്ററിൽ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് എന്നാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഈസ് സെൻട്രൽ ആൻഡ് എസെൻഷ്യൽ ടു ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഡാറ്റ. ഇവിടെ ഞാൻ കുറച്ചധികം വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ, അതായത് ആ 2 വേർഡ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അതല്ല നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിനായിട്ട് ഈ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് എസെൻഷ്യൽ എന്നുള്ളതാണ്. അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോഴേക്കും ആലോചിക്കുക, ഓക്കെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് എസെൻഷ്യൽ ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഇത്രയും സെൻറ്റൻസ് എഴുതാൻ പറ്റും. അഥവാ നിങ്ങളിത് കാണാപ്പാടം മനസ്സിലാക്കാതെ പഠിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഇതൊന്നും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് സെൻറ്റൻസ്, അതായത് സെൻറ്റൻസിലൊക്കെ കീവേഡ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കീവേഡ് ഓർക്കുമ്പോൾ തന്നെ ഓക്കെ അവിടെ നമുക്ക് റെലവൻ്റ് ആയ പോയിൻ്റ് എന്താണെന്ന് ഓർമ്മ വരും.
അത് നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ച് നോക്കുക. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ. അപ്പം നിങ്ങൾ മാക്സിമം കീവേഡ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു സെൻറ്റൻസ് മൊത്തമായിട്ട് പഠിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കീവേഡ് മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് തനിയെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവർക്കും പറ്റുന്ന തന്നെ കാര്യമാട്ടോ ഇത്. കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കീവേഡ് വെച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. അപ്പോൾ ഈ കീവേഡ് വെച്ചുള്ള സ്റ്റഡീസ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എങ്ങനെയാണെന്ന് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഈ ഒരു കീവേഡ് സ്റ്റഡി നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അഥവാ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ കീവേഡ് വെച്ച് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കൂടെ ഒരു വീഡിയോ ചെയ്തിടാം, അതും ക്ലിയർ ആയിട്ട് തന്നെ. പിന്നെ അതല്ലാതെ ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, അതായത് ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 15 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും പഠിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ താങ്ക് യു.